ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി മൂന്നാം ദിവസം യുവതി ജീവനൊടുക്കി. തിരുവനന്തപുരം മണികണ്ഠേശ്വരം സ്വദേശിനിയായ 45-കാരിയെയാണ് പുലർച്ചെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കുന്നതെന്ന് എഴുതിയ കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ച വീട്ടമ്മ മകളുമൊത്ത് ഒറ്റയ്ക്കായിരുന്നു മണികണ്ഠേശ്വരത്ത് താമസം. തിങ്കളാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയ ഭർത്താവ് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വീട്ടമ്മയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിലും ഈ പരാമർശമുണ്ട്. വീട്ടമ്മയുടെ മരണത്തിൽ മുൻ ഭർത്താവിനെയും ഇയാളുടെ സുഹൃത്തിനെയും വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതിന് പോക്സോ കേസിലും പ്രതിയാണ് മുൻ ഭർത്താവ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മകൾക്ക് 10 വയസ്സായപ്പോൾ മുതൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വന്തം മകളെ മോശമായ രീതിയിൽ കാണുന്ന ഭർത്താവിനൊപ്പം ജീവിക്കാൻ ഇനി താല്പര്യമില്ലെന്ന് യുവതി തീരുമാനമെടുത്തു. മകളുടെ സുരക്ഷയെ കരുതി വിവാഹമോചനവും നേടി. പക്ഷേ ബന്ധം വേർപിരിഞ്ഞ് മൂന്നാം ദിവസം മകളെ തനിച്ചാക്കി യുവതി ജീവനൊടുക്കുകയായിരുന്നു. ഭർത്താവ് നഗ്നചിത്രമെടുത്ത് പ്രചരിപ്പിച്ചതിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്തതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മുൻ ഭർത്താവിൻ്റെ പീഡന കഥകൾ ജീവനൊടുക്കുന്നതിന് മുൻപ് യുവതി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. യുവതിയുടെ നഗ്നചിത്രം പകർത്തി മൊബൈലിൽ സുഹൃത്തിന് അയച്ചു കൊടുത്തുവെന്നും തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും യുവതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മുൻ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.